മുണ്ടക്കോടം പൊറിഞ്ച് നശി ഓരോ ദിവസം ഓരോ റൂട്ടിൽ കൂടെ ഇല്ലടാ നിന്നെ ഓടിക്കാറ്. ഏതോ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് പെൻഷൻ മൂല കിഴക്കേ കോട്ട പള്ളി കോട്ടക്കുളം പിന്നെ വീണ്ടും കിഴക്കേ കോട്ട താഴ്ച പിന്നെ ചേറൂര് വഴി തണ്ണീടെ ബംഗ്ലാദേശ് ദിവസം വേറെ വഴി ഷൊർണൂർ റോഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ സ്വരാജിനോട് അവിടുന്ന് ഓഷാദീസ് വഴി വീണ്ടും ചേർന്നു. ഒരു ദിവസം പോയ വഴിക്കണം പിന്നെ നിന്നെ കാണണമെങ്കിൽ 5-6 ദിവസം കാത്തിരിക്കണ്ട. നിന്റെ ശബ്ദം ശബ്ദത്തെ നിനക്ക് തോന്നും പതിനാറാം കോട്ടയിലുള്ള ജോസ് ഹോട്ടലിലേക്ക് നീ എന്നെ കൊണ്ടുപോയിപ്പോ ശങ്കരജ റോട്ടിലേക്ക് അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ജോസ് ഹോട്ടലിൽ എന്നെ നിയന്ത്രണം വിട്ട് നടക്കൊണ്ടല്ലാതൊക്കെ പറ്റുന്നത്. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ റിഷ വിളിക്കാറുള്ള പേരിലേക്ക് അന്ന് കൊച്ചി സ്റ്റേഷനിലേക്ക് വൈകിട്ടുണ്ട്. പാറോട്ടില് നടത്തിയിട്ട് മനുഷ്യന്മാരെ കള്ളുപിടിപ്പിച്ചിട്ട് കൊല്ലാനുള്ള ഒരുത്തന വയറ്റിൽ കിടക്കണമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് അവിടെ തിരിച്ചു മുനിസിപ്പൽ ഓഫീസിനോട് എത്തിയപ്പോഴാണ് അറിയണ്ടേ അവിടെ ഷോളൊന്നുമില്ല. ഒക്കെ ഓട്ടോറിക്ഷ നമ്മുടെ തൃശ്ശൂരൊക്കെ മാറിയതാ. നമ്മുടെ തൃശ്ശൂരൊക്കെ മാറി. സന്നിധാനതാ അവളെ കെട്ടിട്ട് പാപത്തിന്റെ ശമ്പള എന്താച്ചാല് എന്നോട് കഴിക്കാം അവിടെ ചെന്നിട്ട് അതിലൊരു മോപ്പത്തിന്റെ ഹാൻഡിലുള്ള എന്റെ കയ്യാണെങ്കിൽ പലായിട്ട് വെച്ചിട്ട് രക്തം പറയാം. ഈ നക്ഷത്രം ഇനി ഈ വണ്ടി ഈ നക്ഷത്രത്തിന്റെ
അന്ന് സ്വന്തം മോനെ നിന്നെ പറയാ ഈ നശിട്ട ഈ നാട്ടിലെത്തും സൈക്കിളൊക്കെ ചവിട്ടിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഈ നാട്ടിലെത്താൻ ഈ വണ്ടി ഓടിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചേരാം. ഒറ്റ രാത്രി ഒരൊറ്റ പകല് ചെക്കൻ്റെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരാഴ്ച കഴിയുമ്പോഴുള്ള കാണുന്നില്ല കണ്ടു ആഫ്രിക്ക കയറുന്നിരുന്നു. എന്താണ് എനിക്ക് അപ്പൻ്റെ അടുത്ത് കാര്യം പറയാനുണ്ട്. ഞാൻ എനിക്ക് വൈകിട്ടാണ് പഠിക്കാൻ പഠിച്ച് പഠിച്ച് മടുത്തു. മോനെ പീറ്റർ, ഈ സെന്റ് തോമസ് സ്കൂളില് ഓരോ ക്ലാസ്സിലും 2 കൊല്ലം വെച്ച് പഠിച്ച് 10ാം ക്ലാസ്സിലെത്തിച്ച് ജയിച്ചു എന്നപ്പം അപ്പൻ വിഷമിച്ചു പോയി. പീറ്റർ പതിവൊക്കെ തെറ്റിച്ചൊടുക്കി അവനേടത്തിനൊന്നും സാധിച്ചു. അപ്പനോടൊരു കാര്യം പറയണേ ഞാൻ വന്നത്. അപ്പൊ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ 2 കെടിയിൽ കൂടിയിട്ട് ഒരു ഫോണായിട്ട് പടക്കാൻ തീരുമാനിച്ചതാണ്. മനസ്സിലായി? അത് നമ്മളവിടെ ഞാൻ കണ്ടിട്ട് നമ്മുടെ ഷെയർ വെക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴി കാണുന്നു. ഒരു കാര്യമില്ലാത്ത അപ്പനാ സഹിക്കുന്നോ കൊണ്ടല്ലോ അതാ കിട്ടണം. അപ്പൊ മനസ്സിലാവുന്ന ഞാൻ പറയണത്. അപ്പ ഈ അവസരം കളയല്ലടാ. കളഞ്ഞ പിന്നെ ഇങ്ങോട്ട് നോക്കിയ കളഞ്ഞ പിന്നെ അതിന് പോകാൻ ഉണ്ടാവില്ലട്ടാ. ആ വ്യവസായിക്ക് ശബ്ദിക്കുന്ന സ്ഥലം കൊടുക്കണമെന്ന് കൊടുക്കണപ്പ. വ്യവസായിക്ക് ശബ്ദിക്കുന്ന സ്ഥലം കൊടുക്കണം. കൊടുക്കണം. എന്തെങ്കിലും എന്റെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതോ എന്റെ മോൻ നമ്മുടെ സണ്ണി. അതെ, അവൻ പറയാ എന്റെ സൈക്കിൾ ശബ്ദിക്കുന്ന സ്ഥലം വിറ്റിട്ട് അവന് ഹോട്ടല് തുടങ്ങുന്നത്. അതൊന്നും വേണ്ടെന്ന് പറയൂ. എന്ത് ഇനാശോ, ഇത് പഴയ കാലമൊന്നല്ല. കാലം മാറല്ലേ. ചെക്കന് തോന്നണത് നല്ലേനാ. അല്ലെങ്കിൽ സൈക്കിൾ ഷാപ്പ് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ
അവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കാണ്ട് ഒരു പണി ചെയ്യട്ടെ. നിനക്കും നിന്റെ കുടുംബത്തിനും നന്നായി വരുന്നതിന് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി കൊച്ചുതേച്ചോട് പറഞ്ഞപ്പോ അവളും അവന്റെ നിങ്ങൾക്ക് നെന്തൂട്ടിന്റെ കേടാ. ചെക്കൻ നന്നാവാൻ വേണ്ടിട്ടല്ലേ? പിന്നെ ആ കുഴിച്ചു പിടിച്ച കട അങ്ങോട്ട് വിൽക്കാം. അവൻ നന്നാവാൻ വേണ്ടിട്ട് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവളും അച്ഛനും കൂടി പ്രാർത്ഥിച്ച് എക്സലൻസി ഹോട്ടലായി. അച്ഛോ അവൻ ഹോട്ടലും നടത്തിക്കൊണ്ട്, പക്ഷെ ഈ മനുഷ്യന്മാരെ കള്ളം കുടിപ്പിച്ച് കുടുംബങ്ങൾ വഴിയാതാനാക്കണം. കച്ചവടെങ്കിലും വേണ്ടാന്ന് പറയുന്ന അച്ഛോ. ഏത് കച്ചവടായാലും അഴുക്കും കറിയൊക്കെ കാണും. അതൊന്നും കാര്യാക്കണ്ട. നമ്മുടെ കുട്ടികളും നന്നാവട്ടെ. ഒരു കാര്യം, പള്ളിയിലേക്കുള്ള ദശാംശം അതവൻ മുടക്കാറില്ല. നശിപ്പിച്ചിട്ട് കുടുംബങ്ങളെ വഴിയാതാക്കണം. ആ കച്ചവടം വേണ്ടാന്ന് പറയുന്ന അച്ഛോ. അച്ഛോ ആത്മാർഗീത ഞാൻ പാടുന്നത്. പിന്നെ ഞാനെന്താ പറയാൻ പോവാണ്.